ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് എല്ലായ്പ്പോഴും അവാസ്തവമായ ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പ്രതിപക്ഷം ഉൾപ്പെടെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചില കണക്കുകൾ ഇതാ മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ തന്നെ അല്പം മുമ്പ് പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ അഭയം മറ്റവർക്ക് ആശ്വാസമായി മാറുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. LDF സർക്കാരിന്റെ കാലത്ത് ദുരിതാശ്വാസ നിധിയിൽ നിന്നും വിനിയോഗിച്ചത് 8285 കോടി രൂപയാണ്. UDF സർക്കാർ ആകെ ചിലവഴിച്ചത് 808.78 കോടി. LDF കാലത്തെ കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മാനസയുണ്ട് അസിത വിവരങ്ങളുമായി ചേരുന്നത്. മാനസ, കൃത്യമായ കണക്കുകൾ നിരത്തിയുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വിനിയോഗിച്ച കണക്കുകളുടെ അല്ലെങ്കിൽ കണക്കുകളുടെ പൂർണ്ണമായ വിവരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അല്പസമയം മുൻപ് പബ്ലിഷ് ചെയ്തത് എന്നുള്ളതാണ്. അഭിമറ്റവർക്കും അതോടൊപ്പം തന്നെ തീരാരോഗത്തിൽ വലയുന്നവർക്കും ആശ്വാസവും താങ്ങായുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പ്രവർത്തനം. എന്നാൽ ഈ 2021 മുതൽ 2025 വരെയുള്ള കണക്കും അതോടൊപ്പം തന്നെ 2016 മുതൽ 2021 വരെയുള്ള കണക്കും നിരത്തിയുള്ളതായിരുന്നു ഇത്തരത്തിലുള്ള പോസ്റ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ UDF സർക്കാർ കാലത്ത്, അതായത് 2016 വരെയുള്ള UDF സർക്കാർ കാലത്ത് എത്രത്തോളമാണ് ഈ ഒരു ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക വിനിയോഗിച്ചത് എന്നതിന്റെ കണക്കും കൂടി താരതമ്യം ചെയ്തിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി അല്പസമയം മുൻപ് പങ്കുവച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ ചുവപ്പ് നാടകളിൽ കുരുങ്ങി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നവർക്ക് വലിയ ആശ്വാസമാണ് 2016 മുതൽ 2025 വരെയുള്ള LDF സർക്കാരിന്റെ കാലം എന്ന് പറയുന്നത്. ഏകദേശം കണക്കുകൾ മുഴുവനായി സൂചിപ്പിക്കുകയാണെങ്കിൽ 2016 മുതൽ 2021 വരെ 5715 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്നും LDF സർക്കാർ വിനിയോഗിച്ചത്. അതിൽ 918 കോടി രൂപ ചികിത്സാ ധനസഹായമായാണ് നൽകിയത്. 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ 2569 കോടി രൂപയാണ് വിനിയോഗിച്ചത്. അതിൽ 917 കോടി രൂപ ചികിത്സാ സഹായമാണ്. എന്നാൽ 2011-16 കാലയളവിൽ, അതായത് UDF സർക്കാരിന്റെ കാലത്ത് ആകെ ചെലവഴിച്ചത് വെറും 808 കോടി രൂപയാണ്. അതുമാത്രമല്ല, അന്നത്തെ സർക്കാർ സഹായം അനുവദിച്ച ഉത്തരവായെങ്കിലും ഒരുപാട് പേർക്ക് തുക ലഭ്യമാകേണ്ടതായി ഉണ്ടായിരുന്നു. തുക ലഭിക്കാത്ത ഒരുപാട് അപേക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാൽ UDF കാലത്തെ ഈ 29,930 അപേക്ഷകൾ LDF സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ഈ അപേക്ഷകളിൽ പണം ലഭ്യമാക്കി എന്ന കണക്കും കൂടി മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദമായി പറയുന്നുണ്ട്. തീർച്ചയായും എത്രത്തോളമാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആളുകൾക്ക്, ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, അർഹരായ ആളുകൾക്ക് തുക എത്തുന്നത് എന്നതിന്റെ പൂർണ്ണമായ വിവരങ്ങളാണ് മുഖ്യമന്ത്രി പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ നിധിക്കെതിരെ ഉയരുന്ന വ്യാജ പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ തെറ്റായ വാർത്തകളൊക്കെയും തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള അതിനുള്ള കൃത്യമായ ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്ന് അല്പസമയം മുൻപ് വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായും ഇത് ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇനി തുടർന്നും ഇതേ രീതിയിൽ തന്നെയായിരിക്കും സർക്കാരിന്റെ LDF സർക്കാരിന്റെ പ്രവർത്തനം എന്നും കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശരി, മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.